ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന കളർ റീപ്ലേസ്മെന്റ് ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. കളർ റീപ്ലേസ്മെന്റ് ടൂള്, ബ്രഷ് ടൂള്, പെൻസിൽ ടൂള് എന്നിവയോടൊപ്പം തന്നെ പാലറ്റിൽ കാണാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ മൂന്നാമത് കാണുന്ന കളർ റീപ്ലേസ്മെന്റ് ടൂള് സെലക്ട് ചെയ്യാം. കീബോർഡിൽ ബി എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ബി പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓരോ ടൂളുകൾ ഓരോന്നോരോന്നായിട്ട് മാറി വരുന്നത് കാണാം. ഇതിൽ നമ്മൾ കളർ റീപ്ലേസ്മെന്റ് ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കളർ മാറ്റി മറ്റൊരു കളർ വെക്കുന്ന അതിനുള്ള ടൂളാണ് ഇത്. ഇവിടെ നിന്നും നമുക്ക് ബ്രഷിന്റെ സൈസും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഏത് വലുപ്പത്തിലാണ് സൈസ് വേണ്ടത്, ബ്രഷിന്റെ സൈസ് വേണ്ടത് എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന സൈസ് ടാബിലെ ഈ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഇവിടെ ആവശ്യമായ പിക്സൽ നമ്പർ കൊടുത്തുകൊണ്ടോ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കീബോർഡിൽ സാധാരണ ബ്രഷ് ടൂൾ വലുതാക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിന്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലൈ ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഹാർഡ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഷിന്റെ എഡ്ജിൽ വരുന്ന സ്മൂത്ത്നെസ്സിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഈ ഹാർഡ്നെസ് 100% ആയി കഴിഞ്ഞാൽ എഡ്ജ് വളരെ ഷാർപ്പായിട്ടും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും തോറും എഡ്ജ് വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ 0% ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ബ്രഷിന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഓരോ സന്ദർഭത്തിന്റെയും ആവശ്യകത അനുസരിച്ച് നമുക്ക് ഹാർഡ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ആവാം. ഇപ്പോൾ നമ്മൾ 50% ഹാർഡ്നെസ് സ്വീകരിച്ചിരിക്കുകയാണ്. അടുത്തത് സ്പേസിംഗ് എന്നുള്ളതാണ്. സ്പേസിംഗ് എന്നത് രണ്ട് ബ്രഷ് സ്ട്രോക്കുകൾ തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ തൽക്കാലം നമ്മൾ അത് ഒഴിവാക്കുകയാണ്. സ്പേസിങ്ങിനെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ പഠിക്കുന്നുണ്ട്. ഈ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രഷിന്റെ ആംഗിളും അതുപോലെ തന്നെ അതിന്റെ റൗണ്ട്നെസ്സും സ്വീകരിക്കാവുന്നതാണ്. ആംഗിൾ 0 ആയിരിക്കും, റൗണ്ട്നെസ് 100% ആയിരിക്കുകയെ ആംഗിൾ എത്രയായിരുന്നിട്ടും കാര്യമില്ല. കാരണം റൗണ്ട് എന്നതിന് ആംഗിൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും അത് റൗണ്ട് തന്നെ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ റൗണ്ട്നെസ് കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ടാണ് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് പോലെ ആവശ്യമായ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അത് ഓരോ സന്ദർഭത്തിന്റെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് മാറ്റിയും മറിച്ചും ഉപയോഗിക്കാം. ഇപ്പൊ ഞാനിവിടെ ആംഗിൾ 0% തന്നെ റൗണ്ട്നെസ് 100%ആയിട്ടും 0%ഉം ഇവിടെ ആംഗിള് 100%ആയിട്ടും സെറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൗണ്ട്നെസ് 100% ആയിരിക്കെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നിട്ടും കാര്യമില്ല. ഇത്രയാണ് കൺട്രോളുകളാണ് പ്രധാനമായിട്ടും നമുക്ക് കളർ റീപ്ലേസ്മെന്റ് ടൂളിന്റെ കാര്യത്തിൽ കൺട്രോൾ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇതിന്റെ കളർ സെലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കൺട്രോളാണ്. ഇതിലെ ബൈ ഡിഫോൾട്ട് കളർ എന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. മിക്കവാറും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതും കളറാണ്. അതുകൊണ്ട് കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇനി ഇവിടെ 3 കൺട്രോളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 കൺട്രോളുകളാണ് ഈ കാണുന്നത്. ഇതില് ആദ്യത്തെ കൺട്രോള് സാമ്പിളിംഗ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ചിത്രം മൊത്തം നമ്മളിവിടെ ഞാൻ കുറച്ചുകൂടി വലുപ്പം കൂട്ടുകയാണ്. ചിത്രം മൊത്തം നമ്മുടെ ഫോർഗ്രൗണ്ട് കളറിന്റെ ഒരു ചവിയിലേക്ക് അതിന്റെ ഒരു കളറിലേക്ക് മാറി വരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോർഗ്രൗണ്ട് കളറിന്റെ ഒരു ചവി എല്ലാ കളറിലും മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ F12 പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിത്രത്തിന്റെ ആദ്യത്തെ രൂപത്തിലേക്ക് വരികയാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏത് കളറാണോ ഫോർഗ്രൗണ്ട് കളറുകളുള്ളത് അതിന്റെ കളർ മോഡാണ് ഇവിടെ സെലക്ട് ആവുന്നത്. മൊത്തമായിട്ട് മറഞ്ഞു പോകുന്നതല്ല, ബ്രഷ് ടൂൾ വർക്ക് ചെയ്യുന്നത് പോലെ മൊത്തമായി മറഞ്ഞു പോകുന്നതല്ല. എന്നാൽ അതിന്റെ ഒരു ചവി അല്ലെങ്കിൽ അതിന്റെ ഒരു നമുക്ക് ആവശ്യമായ രീതിയിൽ ലഭിക്കുന്നതാണ്.
നോക്കുക, ഞാൻ F12 പ്രസ് ചെയ്തു, ആദ്യ രൂപത്തിലേക്ക് തന്നെ വന്നു. ഇനി ഇവിടെ രണ്ടാമത് കാണുന്ന ഒരു കൺട്രോൾ ആണ് സാമ്പിളിംഗ് വൺസ്. സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിക്ക് ചെയ്യുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സാമ്പിളിംഗ് വൺസ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഫോർഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോർഗ്രൗണ്ട് കളർ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു ഗ്രീൻ കളർ താൽക്കാലികമായിട്ട് സ്വീകരിക്കാം. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ഗ്രീൻ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഒബ്ജക്റ്റിന്റെ ഏത് കളറിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ കളറ് ഒരു സാമ്പിളായിട്ട് സ്വീകരിച്ചുകൊണ്ട് അടുത്ത ക്ലിക്കിന് സ്വീകരിക്കുന്നവരെ ഉള്ള സാമ്പിളിംഗ് കളറായിട്ട് അത് സ്വീകരിക്കുന്നതാണ്. അതായത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൗസിന്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ വിടാതെ തന്നെ ആപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ആ അവസരത്തിലെല്ലാം ഈ കളറാണ് നമ്മുടെ ക്ലിക്ക് ചെയ്യുന്ന സാമ്പിൾ കളറിനുമായി റീപ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. അതായത് നമ്മളിവിടെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ആ ക്ലിക്ക് വിടുന്നത് വരെ ഈ കളറായിരിക്കും നമ്മുടെ ക്ലിക്ക് ചെയ്ത പിക്സലിന്റെ കളറുമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. നോക്കുക, ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഞാനിവിടെ ഡ്രാഗ് ചെയ്യാണ്. കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്തു, ധാരാളമായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ചിലയിടങ്ങളിൽ മാത്രമേ കളർ റീപ്ലേസ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. ഇതിന് പരിഹാരമായിട്ടുള്ളത് ഇതിന്റെ ടോളറൻസ് എന്ന സംവിധാനമാണ്. ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്വീകാര്യതയാണ്. നമ്മൾ ഒരു കളർ സ്വീകരിക്കുമ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്വീകാര്യതയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള മറ്റ് ക്ലാസ്സുകൾ നമുക്ക് ഈ CD തന്നെ കേൾക്കാവുന്നതാണ്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത പോയിന്റ് കളറിന്റെ വാല്യൂവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 26%, നമ്മൾ കൊടുത്ത വാല്യൂവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 26% കൂടുതലും അതേപോലെ തന്നെ കുറവും, പ്ലസ് ഓർ മൈനസ് എന്ന രീതിയിൽ സ്വീകരിച്ച് അതിന് റീപ്ലേസ്മെന്റ് നടത്തുന്ന സംവിധാനത്തെയാണ് ഈ ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത കളർ പിക്സലിന്റെ 26% കുറഞ്ഞ വാല്യൂവും 26% കൂടിയ വാല്യൂവും അങ്ങനെ രണ്ട് റേഞ്ച് ലിമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ആപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പം കൂടുതൽ ടോളറൻസ് വാല്യൂ കൊടുക്കുമ്പോൾ കൂടുതൽ പ്രദേശത്ത് അല്ലെങ്കിൽ കൂടുതൽ സ്ഥലത്ത് എന്താ പറയാ ഈ റീപ്ലേസ്മെന്റ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോ എന്താ പറയാ ഈ ടോളറൻസ് വാല്യൂ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോക്കാം. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ലൈ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ പുറത്തേക്കെല്ലാം പോയി. ഇത് ടോളറൻസ് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ടോളറൻസ് വാല്യൂ കൂടുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത കളർ പിക്സൽ വാല്യൂവുമായിട്ട് അത് പ്ലസ് ഓർ മൈനസ് അത്രയും ശതമാനത്തിൽ അതിന്റെ വാല്യൂ സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ട് എന്താ പറയാ റീപ്ലേസ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോളറൻസ് വാല്യൂവിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മൾ കുറച്ചും കൂട്ടിയും എല്ലാം ശ്രദ്ധിച്ച് വളരെ അധികം ഒരു ചിത്രത്തിനുള്ള ടോളറൻസ് വാല്യൂ ആയിരിക്കില്ല മറ്റൊരു ചിത്രത്തിന്. അതുകൊണ്ട് തന്നെ അത് ഓരോ ചിത്രത്തിനും വ്യത്യസ്തമായ രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കി വേണം നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാനായിട്ട്. ഇത് ധാരാളമായ പ്രാക്ടീസ് ആവശ്യമായിട്ടുള്ള ഒരു ടൂളാണ്. ധാരാളമായി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അടുത്ത ടൂളാണ് ഈ കാണുന്ന സാമ്പിളിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്വച്ച്. സാമ്പിളിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്വച്ച് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് സാമ്പിളിംഗ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സ്വച്ച്. ബാക്ക്ഗ്രൗണ്ട് സ്വച്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കളറിനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്വച്ച് എന്ന് പറയുന്നത്. സ്വച്ച് എന്ന് പറഞ്ഞാൽ കളറിന്റെ തുണ്ടം എന്നർത്ഥം. അപ്പോൾ ഈ കളറിന്റെ ഫോർഗ്രൗണ്ട് കളറിൽ ഇവിടെയുള്ള കളറിനെ ബാക്ക്ഗ്രൗണ്ട് കളറിലെ കളറായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് ഫോർഗ്രൗണ്ട് കളറിൽ ഏതാണോ കളർ ഇവിടെ ഉള്ളത് ആ കളറ് ബാക്ക്ഗ്രൗണ്ട് കളറുമായി റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ ചുവന്നതിനെ നീലയാക്കണമെന്ന് കരുതിയാൽ നമ്മൾ ഇവിടെ ഈ ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ കളർ പിക്കറിൽ നിന്ന് കളർ സെലക്ട് ചെയ്യുന്നതിന് പുറത്ത് വന്നുകൊണ്ട് നമ്മൾ ഈ ചുവന്ന ഒബ്ജക്റ്റിന്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കളർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെലക്ഷനിൽ കിട്ടും. മാത്രമല്ല ഇവിടെ ഫോർഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ആ കളർ ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇവിടെ സ്വാച്ച് ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. ഇതിനായിട്ട് നമ്മൾ ഇവിടെ ഈ കീ ഉപയോഗിച്ചുകൊണ്ട്
നീല കളറിന്റെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിട്ട് മാറിയിരിക്കുന്നതായിട്ട് കാണാം. ഇത് കളർ പിക്കറിൽ നേരത്തെ സെലക്ട് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്താലും മതിയാവുന്നതാണ്. അതായത് ഈ കളർ അടിയിൽ വരണം, മുകളിലുള്ള കളർ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് എന്ന് സാരം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ടോളറൻസ് പ്രധാന ഘടകമാണ്, അതുപോലെ തന്നെ കോണ്ടിഗ്യൂസും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. കോണ്ടിഗ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പിക്സൽ വാല്യൂ ആ റൗണ്ടിനകത്ത് എവിടെയുണ്ടോ എല്ലാം ഉണ്ടോ അതിനെ എല്ലാം റീപ്ലേസ് ചെയ്യപ്പെടുന്നതാണ് കോണ്ടിഗ്യൂസ്. അല്ല, ഐ മീൻ തൊട്ടടുത്ത് കിടക്കുന്ന പിക്സൽ വാല്യൂകളിലുള്ള പിക്സലുകളെ അല്ലെങ്കിൽ കളർ പിക്സലുകളെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. എന്നാൽ അൺകോണ്ടിഗ്യൂസ് എന്ന് പറയുന്ന ഈ ഡിസ്കോണ്ടിഗ്യൂസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രഷിന്റെ വലുപ്പത്തിൽ എവിടെയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത പിക്സൽ വാല്യൂയിലുള്ള കളറിലുള്ള കളർ പിക്സലുകൾ ഉണ്ടോ അതെല്ലാം റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഡിസ്കോണ്ടിഗ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാവധി ഡിസ്കോണ്ടിഗ്യൂസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടോ, ഇവിടെ ഞാൻ മറ്റൊന്നും സ്വീകരിച്ചിട്ടില്ല, സാമ്പിളിംഗ് ഒന്നും സ്വീകരിച്ചിട്ടില്ല, നേരെ അപ്ലൈ ചെയ്യാണ്. ഇത് ബ്രഷിന്റെ വലുപ്പം കുറച്ചും കൂട്ടിയും നമുക്ക് പുറത്തു പോകാതെയല്ല ശ്രദ്ധിക്കുക. ഞാനിവിടെ സാമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. കേട്ടോ, ബ്രഷിന്റെ വലുപ്പം ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് ഇതിന്റെ കളർ റീപ്ലേസ്മെന്റ് നടത്തി എൻജോയ് ചെയ്യാവുന്നതാണ്, വർക്ക് ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. നന്നായി ട്രൈ ചെയ്ത് നോക്കുക.